നമ്മുടെ ഈ ഭൂമിക്കൊരു ഹൃദയമുണ്ടെന്ന് സങ്കല്പിച്ചാലോ? എങ്കിലത് തീർച്ചയായും സമുദ്രങ്ങളായിരിക്കും. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ എന്നൊക്കെ. പക്ഷെ സത്യത്തിൽ ഇതെല്ലാം ഒന്നാണ്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഭൂമിയെ ജീവനോടെ നിർത്തുന്ന ഒരൊറ്റ വലിയ സിസ്റ്റം. അപ്പോ നമുക്കൊന്ന് ഈ ലോകമഹാസമുദ്രത്തിലേക്ക് ഇറങ്ങിച്ചെന്നാലോ? ദാ ഈ സംഖ്യ ഒന്ന് നോക്കൂ. 71%. എന്താണിതെന്നറിയാമോ? നമ്മുടെ ഈ ഗ്രഹത്തിന്റെ ഇത്രയും ഭാഗം വെള്ളമാണ്. അതായത് 2/3 ഭാഗത്തിലധികവും. നമ്മളിതിനെ ഭൂമി എന്നൊക്കെ വിളിക്കുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇതൊരു വാട്ടർ പ്ലാനറ്റാണ്, അല്ലേ? ഈ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ 5 സമുദ്രങ്ങളെയും ചേർത്ത് ഒറ്റ പേരിൽ വിളിക്കുന്നത് ലോകമഹാസമുദ്രം. പേരിലൊക്കെ പസഫിക്, അറ്റ്ലാന്റിക് എന്നൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഇതെല്ലാം കൂടി നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം പോലെ പ്രവർത്തിക്കുന്ന ഒരൊറ്റ സിസ്റ്റമാണ്. അപ്പോ ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഓരോ സമുദ്രങ്ങളെയും പരിചയപ്പെടാം. ശരി, അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങുവാണ്. എവിടെ നിന്നാണെന്നോ? സമുദ്രങ്ങളിലെ ബിഗ് ബോസിൽ നിന്ന്. പസഫിക് സമുദ്രം. പേര് കേൾക്കുമ്പോ ശാന്തമെന്നൊക്കെ തോന്നുമെങ്കിലും ആളത്ര ശാന്തനൊന്നുമല്ല. ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തി പ്രകടനങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. പസഫിക്കിന്റെ വലിപ്പം അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ ഭൂമിയുടെ മൊത്തം സർഫസിന്റെ 1/3 കൂടുതലും ഈ ഒരൊറ്റ സമുദ്രമാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സമുദ്രങ്ങളും കൂടി ഒരുമിച്ച് വച്ചാലും പസഫിക്കിന്റെ അത്ര വലിപ്പം വരില്ല. അവിശ്വസനീയമല്ലേ? പക്ഷേ സംഭവം വെറും വലിപ്പത്തിൽ ഒതുങ്ങുന്നില്ല കേട്ടോ. പസഫിക്കിന് വേറെയും കുറേ പ്രത്യേകതകളുണ്ട്. ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള സ്ഥലം, അതായത് മരിയാന ട്രെഞ്ച്, അത് പസഫിക്കിലാണ്. ലോകത്തിലെ ഒട്ടുമിക്ക അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകുന്ന റിംഗ് ഓഫ് ഫയർ എന്ന് കേട്ടിട്ടില്ലേ? അതും ഇവിടെ തന്നെ. പോരാത്തതിന് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകളും ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന സ്ഥലങ്ങളുമൊക്കെ ഈ പസഫിക്കിന്റെ ഭാഗമാണ്. എന്നാൽ പസഫിക്കിന്റെ ഏറ്റവും പ്രധാനത്തക്ക റോൾ എന്താണെന്നറിയാമോ? അത് നമ്മുടെ ഭൂമിയുടെ ക്ലൈമറ്റ് എഞ്ചിനാണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ കാലാവസ്ഥയുടെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് പസഫിക്കാണ്. നമ്മളീ കേൾക്കുന്ന എൽ നിനോ, ലാനിന എന്നൊക്കെ പറയുന്ന സംഭവങ്ങളല്ലേ, അതെല്ലാം രൂപപ്പെടുന്നത് ഇവിടെയാണ്. അതിന്റെയൊക്കെ എഫക്റ്റ് ലോകത്തിന്റെ മറ്റേ കോണിലുള്ള നമ്മുടെ നാട്ടിലെ മഴയെ വരെ തീരുമാനിക്കും. ഓക്കേ, അപ്പോ പസഫിക് എന്ന ഭീമനെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് അടുത്തയാളുടെ അടുത്തേക്ക് പോകാം. അറ്റ്ലാന്റിക്. പണ്ട് മുതലേ ലോകത്തെ അങ്ങോട്ടുമിങ്ങോട്ടും ബന്ധിപ്പിച്ചിരുന്ന ഒരു സൂപ്പർ ഹൈവേ ആയിരുന്നു അറ്റ്ലാന്റിക്. മനുഷ്യന്റെ പര്യവേഷണങ്ങളുടെയും കച്ചവടത്തിന്റെയുമൊക്കെ പ്രധാന പാത. ആ ഹൈവേ ഇന്നും ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ഒന്നാണ്. ലോകവാണിജ്യത്തിന്റെ ഒരു പ്രധാന ഹബ് എന്ന് തന്നെ പറയാം. യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്കും തിരിച്ചും ദിവസവും ആയിരക്കണക്കിന് ചരക്ക് കപ്പലുകളാണ് ഈ വഴി പോകുന്നത്. നമ്മുടെ ഗ്ലോബൽ എക്കണോമിയുടെ ലൈഫ് ലൈനാണ് ശരിക്കും ഈ അറ്റ്ലാന്റിക്. വലുപ്പത്തിൽ പസഫിക്കിന്റെ അത്രയില്ലെങ്കിലും അറ്റ്ലാന്റിക്കിനും അതിന്റേതായ ചില പ്രത്യേകതകളൊക്കെയുണ്ട്. ഇതിന്റെ അടിത്തട്ടിൽ സമുദ്രത്തിനടിയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരകളിലൊന്നായ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജുണ്ട്. അതേസമയം മുകളിൽ നോക്കിയാലോ, ലോകത്തെ പേടിപ്പിക്കുന്ന വലിയ ചുഴലിക്കാറ്റുകൾ രൂപം കൊള്ളുന്ന ഒരു ഹോട്ട്സ്പോട്ടും കൂടിയാണിവിടം. അറ്റ്ലാന്റിക്കിന്റെ വേറൊരു പ്രധാന ജോലി എന്താണെന്നറിയാമോ? അതൊരു വലിയ ഹീറ്റ് കൺവെയർ ബെൽറ്റ് പോലെയാണ്. സിമ്പിളായി പറഞ്ഞാൽ ഗൾഫ് സ്ട്രീം എന്നൊരു വലിയ ഒഴുക്കുണ്ട്. അതൊരു ചൂടുവെള്ള പൈപ്പ് പോലെ മെക്സിക്കോയിൽ നിന്നുള്ള ചൂട് യൂറോപ്പിലേക്ക് കൊണ്ടുപോകും. ഈ ഒരൊറ്റ സംഭവം ഇല്ലായിരുന്നെങ്കിൽ ലണ്ടനും പാരീസൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ കൊടും തണുപ്പിലും മരവിച്ചു പോയേനെ. ശരി, അപ്പം നമ്മൾ പസഫിക്കും അറ്റ്ലാന്റിക്കും കണ്ടു. ഇനി നമുക്ക് ലോകമഹാസമുദ്രത്തിലെ 3 സ്പെഷ്യലിസ്റ്റുകളെ പരിചയപ്പെടാം. ഇന്ത്യൻ, സതേൺ, ആർട്ടിക് സമുദ്രങ്ങൾ. ഓരോന്നിനും ഓരോ സ്പെഷ്യൽ ഡ്യൂട്ടിയുണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ ഭൂമിയുടെ ചൂട് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തില്. ഇവ 3 കൂടി ചേർന്നാല് നമ്മുടെ ഭൂമിയുടെ ഒരു തെർമോസ്റ്റാറ്റ് പോലെയാണെന്ന് പറയാം. നോക്കൂ, ഇന്ത്യൻ മഹാസമുദ്രം ഏറ്റവും ചൂടുള്ളത്, നമ്മുടെ മൺസൂണിനെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ ദക്ഷിണ സമുദ്രം ഏറ്റവും തണുപ്പുള്ളത്, അതൊരു വലിയ സ്പോഞ്ച് പോലെയാണ്. അന്തരീക്ഷത്തിലെ അധിക ചൂടും കാർബൺ ഡയോക്സൈഡും ഒക്കെ വലിച്ചെടുക്കും. ഏറ്റവും മുകളിലുള്ള ആർട്ടിക്കോ, അത് നമ്മുടെ ഭൂമിയുടെ ഒരു എയർ കണ്ടീഷണർ അല്ലെങ്കിൽ ഒരു കൂളിംഗ് സിസ്റ്റമാണെന്ന് പറയാം. അപ്പോ ഓരോരുത്തരുടെയും പണി ക്ലിയർ അല്ലേ? ഇന്ത്യൻ മഹാസമുദ്രം നമുക്ക് മഴ തരുന്നു, കൃഷിക്ക് വെള്ളം തരുന്നു. ദക്ഷിണ സമുദ്രം ലോകത്തിലെ എല്ലാ സമുദ്രങ്ങളിലെയും വെള്ളത്തിന്റെ സർക്കുലേഷൻ നിയന്ത്രിക്കുന്ന ഒരു എഞ്ചിൻ പോലെയാണ്. ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞ് ഒരു വലിയ കണ്ണാടി പോലെ സൂര്യന്റെ ചൂടിനെ തിരിച്ചു ബഹിരാകാശത്തേക്ക് വിട്ട് ഭൂമിയെ തണുപ്പിക്കുന്നു. 3 ജോലിയാണ് ചെയ്യുന്നതെങ്കിലും ലക്ഷ്യം ഒന്നേയുള്ളൂ: ഈ ഭൂമിയെ ജീവിക്കാൻ കൊള്ളാവുന്ന ഒരിടമാക്കി നിർത്തുക. ഓക്കെ,
അപ്പൊ നമ്മള് ഓരോ സമുദ്രത്തെയും വെവ്വേറെ കണ്ടു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഈ ഒറ്റ ലോകമഹാസമുദ്രം നമ്മളെ, അതായത് മനുഷ്യരെ, എങ്ങനെയാണ് ബാധിക്കുന്നത്? അതിന്റെ ആരോഗ്യം എന്തുകൊണ്ടാണ് നമ്മുടെയെല്ലാം നിലനിൽപ്പിന് ഇത്രയും അത്യാവശ്യമായി വരുന്നത്? ഈ കണക്ക് കേട്ടോളൂ. 90%. നമ്മൾ പുറത്തുവിടുന്ന അധിക ചൂടിന്റെ 90% വലിച്ചെടുത്ത് ഈ ഭൂമിയെ ഒരു തീച്ചൂളയാകാതെ സംരക്ഷിക്കുന്നതാരാണെന്നോ? നമ്മുടെ സമുദ്രങ്ങളാണ്. അവ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നിവിടെ ഉണ്ടാകുമായിരുന്നില്ല. അടുത്ത നമ്പർ 50%. നിങ്ങളിപ്പോ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്വാസമെടുക്കുന്നില്ലേ? അതിൽ നിങ്ങളെടുക്കുന്ന ഓരോ 2 ശ്വാസത്തിലും ഒരു ശ്വാസം വരുന്നത് സമുദ്രത്തിൽ നിന്നാണ്. അതെ, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ പകുതിയോളം ഉണ്ടാക്കുന്നത് കടലിലെ ഫൈറ്റോപ്ലാങ്ക്ടൺ എന്ന് പറയുന്ന കുഞ്ഞൻ ജീവികളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സമുദ്രത്തോടാണ് നന്ദി പറയേണ്ടത്. 300 കോടി അല്ലെങ്കിൽ 3 ബില്യൺ ലോകത്തിലെ ഇത്രയും ആളുകൾക്ക് അവരുടെ പ്രധാന ആഹാരം പ്രോട്ടീൻ കിട്ടുന്നത് കടലിൽ നിന്നാണ്. കോടിക്കണക്കിന് മനുഷ്യരുടെ വിശപ്പകറ്റുന്നത് നമ്മുടെ സമുദ്രങ്ങളാണ്. അവസാനമായി 80%. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ്, ഇതിൽ മിക്കതും ഒരുപക്ഷെ കപ്പൽ കയറിയാണ് നിങ്ങളുടെ കയ്യിലെത്തിയത്. ലോകത്തിലെ 80% കച്ചവടവും നടക്കുന്നത് കടൽ വഴിയാണ്. സമുദ്രങ്ങളില്ലെങ്കിൽ നമ്മുടെ ഈ ലോകം തന്നെ നിശ്ചലമാകും. അപ്പോ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. നമ്മളെ ഇങ്ങനെയൊക്കെ സഹായിക്കുന്ന, നമ്മുടെ ജീവൻ തന്നെ നിലനിർത്തുന്ന ഈ സമുദ്രങ്ങൾ ഇന്ന് വലിയൊരു അപകടത്തിലാണ്. എന്താണ് നമ്മുടെ ഈ ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തെ തകർക്കുന്നത്? ഈ ഭീഷണികൾ പലതാണ്. 1. കാലാവസ്ഥാ വ്യതിയാനം കാരണം സമുദ്രത്തിലെ വെള്ളം ചൂടാകുന്നു. പിന്നെ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്, അത് സമുദ്രത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. അമിതമായി മീൻ പിടിക്കുന്നത് അവിടത്തെ ജീവജാലങ്ങളെ ഇല്ലാതാക്കുന്നു. പവിഴപ്പുറ്റുകൾ നശിച്ചുപോകുന്നു. തീരങ്ങൾ ഇടിഞ്ഞുപോകുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു വാചകം കേട്ടുനോക്കൂ. സമുദ്രത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഒരു ഓപ്ഷനല്ല, അത് മനുഷ്യരാശിയുടെ ഭാവിയുടെ അടിസ്ഥാനമാണ്. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം എന്നൊരു കാര്യമല്ല. നമ്മുടെയെല്ലാം ഭാവിയുടെ, നിലനിൽപ്പിന്റെ തന്നെ കാര്യമാണ്. അപ്പോ അവസാനമായൊരു ചോദ്യം, അത് നിങ്ങളോടും എന്നോടും നമ്മളെല്ലാവരോടുമാണ്. നമ്മുടെ ഈ ഭൂമിയുടെ മിടിക്കുന്ന ഹൃദയമാണ് സമുദ്രങ്ങൾ. ആ ഹൃദയമിടിപ്പ് നിലച്ചുപോകാതെ വരും തലമുറകൾക്കു വേണ്ടിയും അത് മിടിച്ചുകൊണ്ടിരിക്കുമെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പാക്കാൻ പറ്റും? ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ.